പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, തിരുസഭ 2033 മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ്. മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അതെ, ലോകമെമ്പുമുള്ള യേശുവിൻ്റെ സുവിശേഷ പേരയ്ക്ക് തുടക്കമിടുവാൻ, അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത്. ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, എല്ലാവരെയും അന്ത്യവിധിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. എനിക്കൊരു ഇടവകയുണ്ട്. അപ്പോൾ ആ ഇടവകയിലെ തിരുനാളിന് പിന്നെ ഞാൻ തന്നെ ധ്യാനം നടത്തുന്നത്. പൈസയൊന്നും ഇല്ലാത്ത പള്ളിയാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ധ്യാനം നടത്തുകയാണ്. അങ്ങനെ ധ്യാനം നടത്തുമ്പോൾ എൻ്റെ ഇടവകക്കാരോടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്, നിങ്ങൾ 3 മാസത്തേക്ക് ബൈബിൾ വായിക്കൂ മുടങ്ങാതെ. ആദ്യമായിട്ട് ഞാൻ അവരോടാണ് പറയുന്നത്. അപ്പം അന്ന് ഇടവകയിലെ ധ്യാനത്തിന് അവരോട് ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞതാണത്. അതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട് പിന്നീട് പലരും പറഞ്ഞത്, പിന്നീട് പലയിടത്തും പ്രചരിച്ചതും, പിന്നീട് ഞാൻ പലയിടത്തും അത് പറയുകയും ചെയ്തു. അപ്പം അന്ന് ഞാൻ ആലോചിച്ച് പറഞ്ഞല്ലത്. കർത്താവ് അന്നൊരു പ്രേരണ അതിശക്തമായിട്ട് എൻ്റെ ഇടവക്കാരോട് പറയാൻ തന്നൊരു പ്രേരണയാണത്. നിങ്ങൾ 3 മാസത്തേക്ക് മുടങ്ങാതെ ബൈബിൾ വായിക്കൂ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ജീവിതത്തിൽ അനേകം മനുഷ്യർ അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞ് എനിക്ക് എഴുതിയതും പറഞ്ഞതുമായ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നടന്നില്ലെന്ന് പറഞ്ഞവരുമുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെ പറഞ്ഞവരുമുണ്ട്. അതായത് കാര്യമായിട്ടൊന്നും നടന്നില്ല, അത് അച്ഛൻ പരാജയപ്പെട്ടു പോയി. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമേ ഉള്ളൂ, തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നിങ്ങൾ ബൈബിൾ വായന നിർത്തിയോ? അവർ പറഞ്ഞു നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്യാണ്. എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നേ? അതിപ്പോൾ ഒരു ശീലമായെന്ന് പറഞ്ഞു, വായിക്കാൻ എന്തോ ഒരു ഇതുണ്ട് ഇപ്പം. ഞാൻ പറഞ്ഞു അതാണ് അത്ഭുതം. മനസ്സിലായി? അതാണ് അത്ഭുതം. നിൻ്റെ ജീവിതത്തിൽ നീ കൈകൊണ്ട് തൊടാതിരുന്നൊരു പുസ്തകം നീ ഇപ്പോൾ വായിക്കുന്നില്ലേ, അതാണ് അത്ഭുതം. മനസ്സിലായില്ലേ? അതായത് കർത്താവ് പറഞ്ഞ് നിൻ്റെ ഈ നടുവേദനയും IELTS പാസ്സാവുന്ന കേസ് മാത്രമല്ലിത്. എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് പല ആളുകളും വന്നിട്ട് ഇതൊക്കെ എന്ത് പറഞ്ഞാലും അതിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് ചുമ്മാ അത് നടന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരല്ലേ, ഒരു വിഷമം വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില കത്തുകൾ വരുന്നത്. അങ്ങനെയുള്ള ആ കത്തുകൾ ദൈവവചനത്തിലൂടെ സംഭവിച്ച കാര്യങ്ങൾ, വചനം വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ മനുഷ്യർ എഴുതും. എന്തെന്നറിയാമോ? എന്നെ കാണാനായിട്ടൊരു അച്ഛൻ വന്നു. അദ്ദേഹം ന്യൂയോർക്കിലെ യാക്കോബായ സഭയിലെ അച്ഛൻ, ഒരു ജോസച്ചൻ, കനാനായ യാക്കോബായിലെ അച്ഛനാണ്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ കാണാൻ വന്നു. നേരത്തെ എഴുത്തെഴുതിയിരുന്നു അച്ഛനും അച്ഛൻ്റെ ഭാര്യയും കൊച്ചമ്മയും. ഈ അമ്മ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ചു. ഈ പ്രസംഗം കേട്ടിട്ട് തീരുമാനിച്ചു വചനം വായിക്കാൻ പോവാണ്.
3 മാസത്തെ വചനം വായിക്കുമ്പോൾ ആ അമ്മയുടെ അച്ഛൻ്റെ ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ നിയോഗം ഇതായിരുന്നു. മകനുണ്ട്, മൂത്ത മകൻ. അവൻ മോശപ്പെട്ട ചെറുപ്പക്കാരനൊന്നും അല്ല, പക്ഷെ അവൻ ഒരു അച്ഛൻ്റെ മകനാണ്. അവൻ അത്രയും പോരാ, കുറച്ചുകൂടെ നേരെ ആവാനുണ്ട്. അച്ഛൻ്റെ മകനാണ്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ ജീവിത പങ്കാളി സഹോദരി ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ ബൈബിൾ വായിക്കുകയാണ്, എൻ്റെ നിയോഗം ഇതാണ്, എൻ്റെ മകൻ ഈശോയ്ക്ക് വളരെ പ്രിയപ്പെട്ടവനായിട്ട് മാറണം. 3 മാസം ബൈബിൾ വായിച്ചു. ബൈബിൾ വായന തീർന്നു. അടുത്ത ദിവസം ഈ മകൻ അമേരിക്കയിൽ ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഡാനിയേൽ അച്ഛൻ്റെ കഥ കഴിഞ്ഞില്ലേ? മൂന്ന് മാസം ബൈബിൾ വായിച്ചു. ഒരു ബൈക്ക് അപകടത്തിൽ ഈ ചെറുപ്പക്കാരൻ മരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാനും അച്ഛനും കുറച്ച് സമയം ഒരുമിച്ച് സംസാരിച്ചിരുന്നു. അച്ഛൻ്റെ ജീവിത പങ്കാളി എനിക്കൊരു കത്തെഴുതി. അച്ഛൻ പറഞ്ഞ പ്രകാരം 3 മാസം ബൈബിൾ വായിച്ചു. എൻ്റെ നിയോഗം എൻ്റെ മകൻ്റെ വിശുദ്ധീകരണമായിരുന്നു. ആ മകനൊരു അപകടത്തിൽ മരിച്ചു. അച്ഛന് നന്ദി പറയാനാണ് ഈ കത്ത്. അച്ഛന് നന്ദി പറയാനാണ് ഈ കത്ത്. അച്ഛനെ ദൂഷിക്കാനല്ല ഈ കത്ത്. അച്ഛന് നന്ദി പറയാനാണ് ഈ കത്ത്. എൻ്റെ മകൻ മരിച്ചു, എൻ്റെ മകൻ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്നു എന്ന വാർത്ത ഞാൻ അറിയുമ്പോൾ ഞാൻ വായിച്ചു കൊണ്ടിരുന്ന വചനഭാഗം, ഞാൻ വായിച്ചു നിർത്തിയത്, ഞാനതൊരിക്കൽ കൂടി തുറന്നു. ഞാൻ വായിച്ച് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൻ്റെ ഭക്തരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അച്ഛൻ എന്നോട് പറയുകയാണ്, എൻ്റെ ഭാര്യ ഫ്ലൈറ്റിലിരുന്ന് ബൈബിൾ വായന മുടങ്ങാതിരിക്കാൻ ഫ്ലൈറ്റിലിരുന്ന് വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസം ഈ ബൈബിൾ വായന അരമണിക്കൂർ വീതം മുടങ്ങാതിരിക്കാൻ കാറിലിരുന്ന് വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ പോകുമ്പോഴാണ് വല്ലതും ഒന്ന് മിണ്ടുന്നത്. ഞാൻ എൻ്റെ കൊച്ചമ്മയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ വല്ലതുമൊക്കെ ഒന്ന് മിണ്ടുകയും പറയുകയും ചെയ്യുന്ന ഈ സമയത്ത് അന്നേരം നീ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ പറയും, അതങ്ങനല്ല അച്ഛാ, അത് മുടങ്ങിപ്പോവല്ലെങ്കിൽ. അങ്ങനെ അത്രയും സ്പെസിഫിക് ആയിട്ട് കൃത്യനിഷ്ഠതയോടെ ബൈബിൾ വായിച്ചതാണ് എൻ്റെ ജീവിത പങ്കാളി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ ബൈബിൾ വായന അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ മകൻ മരിച്ചു. ഇനി അമ്മ എഴുതിയ ടെസ്റ്റിമണി ഇതാണ്. മകൻ മരിച്ചു കിടക്കുമ്പോൾ മകൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ മകൻ്റെ ശവമഞ്ചം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ ടെസ്റ്റിമണി ഇങ്ങനെയാണ്: ഞാൻ വായിച്ച ഒരു വചനം എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരുന്നു. ദൈവമേ, അങ്ങയുടെ വചനം പരീക്ഷണങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ സഹായിച്ചു. അവർ വായിച്ച ഒരു വചനം, അത് പാരാഫ്രൈസ് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് വരികയാണ്: നിൻ്റെ വചനം എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ സഹായിച്ചു. ഇതാണ് ഞാനീ പറയുന്നത്. അച്ഛൻ എൻ്റെ അടുത്ത് കാണാൻ വന്നിട്ട് അച്ഛൻ എന്തോ കണ്ണുനീരോടാണ് അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ പറയുകയാണ്, അച്ഛാ, എന്തുമാത്രമാണ് വചനം ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യനായി മാറിയനെ. മൂത്ത മകൻ മരിച്ചുപോയ ഏക മകനാണ്, ബാക്കി 2 പെൺകുട്ടികളാണ്. ഏക മകൻ മരിച്ചുപോയ ആ അപ്പൻ ഒരു സാധാരണ മനുഷ്യനായി മാറിയനെ എന്ന് അച്ഛൻ എന്നോട് പറയുകയാണ്. അച്ഛൻ, ഞാനൊരു സാധാരണ മനുഷ്യനായി മാറിയനെ, എന്നെ വചനം പിടിച്ചു നിർത്തി. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വിശ്വാസം കേൾവിയിൽ നിന്ന്. അല്ലാതെ കാര്യസാധ്യം നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ വിശ്വാസം പോകും, ഉറപ്പാത്. വിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തു സംഭവിച്ചാലും ആൾക്ക് വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഒരാളെ പരാജയപ്പെടുത്താൻ പിശാചിന് പറ്റില്ല. പിശാച് വരുന്നത് എന്താണ്? നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നിൻ്റെ മകൻ മരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പിശാച് വരുന്നത്. നീ ഇത്രയും പള്ളി പോയിട്ടും ഇത്രയും വലിയ നീ ഈ വലിയ ശുശ്രൂഷകനായിട്ട് നിൻ്റെ മകൻ മരിച്ചില്ലേ? എനിക്ക് ഈ ഡയമെൻഷനിൽ ആദ്യമായിട്ട് ഒരു ഇൻപുട്ട് കിട്ടിയത് ഞാൻ പറയാം. ബൈബിളിലുള്ള ഭാഗമാണ്. നിങ്ങൾ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവും.
ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനത കാനാൻ ദേശത്തെത്തി ഏതാണ്ട് 840 വർഷം അവിടെ ജീവിച്ചപ്പോൾ അവർക്ക് വീണ്ടും ഒരടിമത്തം ഉണ്ടായി. ആ അടിമത്തത്തിൻ്റെ പേരാണ് ബാബിലോൺ അടിമത്തം, ബാബിലോൺ പ്രവാസം, ബാബിലോണിയൻ എക്സൈൽ. കാനാൻ ദേശത്ത് ജീവിച്ച ഈ ജനതയെ നെബൂഖദ്നേസർ രാജാവ് വന്ന് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 4 ചെറുപ്പക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. ദാനിയേലും അവർ പേര് മാറ്റി ഷദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ എന്ന് പേര് നൽകിയ മറ്റ് 3 ചെറുപ്പക്കാരും. ഈ 4 ചെറുപ്പക്കാർ ബാബിലോണിൽ ജീവിക്കുന്നതിൻ്റെ കഥ പറയുകയാണ് ദാനിയേലിൻ്റെ പുസ്തകം. എൻ്റെ പേരുള്ള പുസ്തകമായതുകൊണ്ട് ഞാനത് കൂടെ വായിക്കുമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഈ പേര്. അതായത് ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ വർഷം ഞാൻ എവിടെയെങ്കിലും വചനപ്രഘോഷത്തിൽ നിന്നാൽ ഒരു ഡാനിയേലച്ഛനാണ് ഇന്ന് പ്രസംഗിക്കുന്നത് പറഞ്ഞാൽ എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു അപ്പച്ചനെയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരോട് എനിക്ക് വലിയ ദേഷ്യം തോന്നിയിരുന്നു. അതായത് ഒരു അപ്പച്ചൻ്റെ പേരാണ്. പിന്നാണ് എനിക്ക് അത് മനസ്സിലായത്. അതായത് ഈ ആ പേരിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ബുദ്ധിയുള്ളവൻ എന്നാണ്. അതായത് ആ പേരിൻ്റെ അർത്ഥം വിവേകത്തോടെ വിധിക്കുന്നവൻ എന്നാണ്. വൺ ഹു ജഡ്ജസ് വൈസ്ലി. അപ്പോൾ എനിക്ക് മാത്രമല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനം അതിനകത്തുണ്ട് 10-ാം അധ്യായത്തിൽ. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. നിങ്ങളുടെ പേരില്ലല്ലോ? നിങ്ങളുടെ പേരുണ്ടോ? ഇങ്ങനൊന്നും ഇല്ലല്ലോ. ഏറ്റവും പ്രിയങ്കരൻ. അങ്ങനെ ബൈബിളിൽ ആരെയെങ്കിലും ദൈവം വിളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. ദാവീദിനെ എന്നാ വിളിക്കുന്നേ? അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. അതൊരു തേർഡ് പാർട്ടി സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ്? ഇത് ഡയറക്റ്റായിട്ട് മൈ മോസ്റ്റ് ബിലവഡ് ഡാനിയൽ. അതാണ് അങ്ങനെ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അത് ഞാൻ കൂടെ എടുത്ത് വായിക്കുമായിരുന്നു. എന്നെ വിളിക്കുന്നല്ലേ, നിങ്ങൾക്ക് കുശുമ്പൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്കൊന്നും പിടിയിട്ടില്ല. ഒരു മുട്ടാടിങ്ങനെ ഓടി വരുന്നു, ശീഘ്ര വേഗതയിൽ പാഞ്ഞു വരുന്നു, അതേ നദിയിൽ നിന്ന് ഒരുത്തം കയറി വരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ വായിച്ച് ഇതെങ്ങനെയാലും ദൈവമേ ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അന്വേഷിച്ച കാലങ്ങളിലാണ് ഞാൻ ഈ ബാബിലോണിൻ്റെ ചരിത്രം, ബാബിലോൺ അടിമത്തത്തിൻ്റെ ചരിത്രം അതെല്ലാം വായിച്ച് വന്നപ്പോൾ എനിക്കിത് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഈ 4 ചെറുപ്പക്കാർ അവരാ ദേശത്തെത്തിയത് 17-ാമത്തെ വയസ്സിലാണ്. ടീനേജേഴ്സായിരുന്നു. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ടീനേജേഴ്സാണ് ബാബിലോൺ അടിമത്തത്തിലേക്ക്. അവർ ചെറുപ്പക്കാരാണ്, യുവാക്കന്മാരാണ്. അവരെ രാജകൊട്ടാരത്തിൽ ജോലിക്ക് രാജാവ് നിയോഗിച്ചു. അപ്പോൾ ഈ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ സാമ്രാജ്യം അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള സാമ്രാജ്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം അനുസരിച്ചാണ് പിന്നീട് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. അതായത് ബാബിലോൺ സാമ്രാജ്യം, പിന്നീട് മീദോ പേർഷ്യൻ സാമ്രാജ്യം, പിന്നീട് ഈ യവന സാമ്രാജ്യം, അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം, പിന്നീട് റോമൻ എംപയർ. അങ്ങനെയാണ് ആ ചരിത്രം വരുന്നത്. യഹൂദന്മാരെ അടിമകളാക്കി വെച്ചിരുന്ന 4 വൻശക്തികളാണത്. ആദ്യത്തേത് ബാബിലോൺ, പിന്നീട് മീദോ പേർഷ്യൻ, പിന്നീട് ഗ്രീക്കുകാർ. മക്കബായരുടെ വിപ്ലവകാലമൊക്കെ ഗ്രീക്കുകാരുടെയാണ്. പിന്നീട് റോമൻ സാമ്രാജ്യം. യേശു പിറക്കുന്നത് റോമൻ അടിമത്തത്തിൻ്റെ ആ കാലത്താണ്. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറഞ്ഞാൽ തലയെടുപ്പുള്ള സാമ്രാജ്യമാണ്. ഒരിക്കലും ആരും വെളിയിൽ നിന്ന് വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താതിരിക്കാൻ ബാബിലോൺ നഗരത്തിൻ്റെ അതിർ യൂഫ്രട്ടീസ് നദിയായിരുന്നു. നദിയാണ് അതിര്. അപ്പം ഈ നഗരത്തിലേക്ക് ആർക്കെങ്കിലും കയറണമെങ്കിൽ നഗരത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിൽ നദിയുടെ അടിയിലാണ്. നദിയുടെ അടിയിലാണ് നഗരത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിൽ. 12 വാതിലുണ്ട്, എല്ലാം നദിയുടെ അടിയിലാണ്. അങ്ങനെയാണ് ഈ നഗരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെളിയിൽ നിന്ന് ഒരുത്തന് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമ്മുടെ ഇതുപോലെ വിദേശയാത്രകളൊന്നും ഇല്ലല്ലോ.
എല്ലാം ഇതിനകത്ത് തന്നെയല്ലേ. വെളിയിൽ നിന്ന് ഒരാൾക്ക് അകത്തോട്ട് വരണമെങ്കിൽ അവർ വാതിൽ തുറന്നു കൊടുക്കണം. ഇനി ഏത് വാതിലാണ് തുറക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇവർ വിചാരിച്ചിരുന്നത് ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാമ്രാജ്യത്തിൽ ഈ 4 ചെറുപ്പക്കാർ ജീവിക്കുകയാണ്. ഇനി ഈ നഗരകവാടം തുറന്ന് അകത്ത് കയറിയാലോ? വാവിളർന്ന് നിൽക്കുന്ന ചീങ്കണ്ണികൾ, കാവൽ ഗോപുരങ്ങൾ, ഇതെല്ലാം കടന്നിട്ട് വേണം ശരിക്കുള്ള നഗരത്തിലേക്ക് കയറാൻ. അപ്പോൾ അത്രയ്ക്ക് സുരക്ഷിതമായ കോട്ട, നദി കാവൽ നിൽക്കുന്നൊരു നഗരം, കരകവിഞ്ഞൊഴുകുന്ന യൂഫ്രട്ടീസ് നദിയെ, ആ അനർഗള പ്രവാഹത്തെ ഭേദിച്ച് ആരും അകത്ത് കയറില്ലെന്ന് സ്വയം വിശ്വസിച്ചിരുന്നൊരു ജനത, ആർക്കും തങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ഒരു ജനത, ആ അടിമത്തത്തിൻ്റെ നഗരത്തിൽ ഈ 4 ചെറുപ്പക്കാർ വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ എന്ന 17കാരൻ കൂട്ടുകാരോട് പറയും, ഈ സാമ്രാജ്യം തകരും. അവർ ചോദിക്കും, എങ്ങനെ തകരും? ഇത് ഹ്യൂമൻ ലോജിക്കിനെതിരാണ് ഈ പറയുന്നത്. തകരില്ല. എങ്ങനെ തകരും? യൂഫ്രട്ടീസ് ഭേദിച്ച്, ഈ മഹാനഗരത്തിൻ്റെ കോട്ടകൊത്തളങ്ങളെ ഭേദിച്ച് എങ്ങനെ ഒരാൾ അകത്തേക്ക് പ്രവേശിക്കും? ആര് വരും? ആർക്ക് തോൽപ്പിക്കാൻ പറ്റും? അജയ്യമായി, അപ്രതിരോധ്യമായി ശിരസുയർത്തി നിൽക്കുന്ന ഈ മഹാസാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ലോകത്തൊരു ശക്തിയും ഇന്നുവരെയും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആ മറ്റ് 3 ചെറുപ്പക്കാർ ഇവനോട് ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെ നടക്കും അത്? എങ്ങനെ നടക്കും? ദാനിയേൽ പറയാൻ സാധ്യതയുള്ള മറുപടി ഇതാണ്: ഈ നെബൂഖദ്നേസർ രാജാവ് ജനിക്കുന്നതിന് 117 വർഷം മുമ്പ് കർത്താവ് യെശയ്യായിലൂടെ പ്രവചിച്ചിട്ടുണ്ട്. ഉണങ്ങിപ്പോവുക എന്ന് നിന്റെ നദികളോട് ഞാൻ കൽപ്പിക്കും. അവിടെ നാഴത്തോട് കൽപ്പിക്കും. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അവൻ എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടും. ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കപ്പെടും. ഇനി എന്നെ നോക്കിയേ 44-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണത്, അല്ലേ? അവസാന വാക്യങ്ങളാണ്. ശ്രദ്ധിക്കാമോ? ഉണങ്ങിപ്പോവുക എന്ന് നിന്റെ നദികളോട് ഞാൻ കൽപ്പിക്കും. സൈറസിനെ പറ്റി ഒരാളുടെ പേര് പറയുകയാണ്, സൈറസ്. അന്ന് ആ ആൾ ആരാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. സൈറസിനെ പറ്റി പ്രവചനമാണ്, പ്രവചനം, വരാൻ പോകുന്ന പ്രവചനമാണ്. സൈറസിനെ പറ്റി എൻ്റെ ഇടയന് ഞാൻ നിയോഗിക്കുന്ന എൻ്റെ ദാസനാണ് അവൻ. അവൻ എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ജെറുസലേമിനെ പറ്റി നീ പുനരുദ്ധരിക്കപ്പെടും. ദേവാലയത്തെപ്പറ്റി നീ പണിതുയർത്തപ്പെടും. അപ്പോൾ യെശയ്യാ ഇത് പ്രവചിച്ചു. യെശയ്യായുടെ കാലത്തല്ല ഈ പിള്ളേര്, അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പം യെശയ്യാ പ്രവചിച്ചത് വിശ്വാസമുള്ള ഒരപ്പൻ മുട്ടയിൽ നിന്ന് കേട്ടു. വിശ്വാസം കേൾവിയിൽ നിന്ന് കേട്ടു, മുട്ടയിൽ നിന്ന് കേട്ടു. കേട്ടിട്ട് വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു. ഇപ്പം എല്ലാം സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും പോവാണ്. പ്രവാചകന്മാർ പറഞ്ഞ പോലെ ദേശം തകർക്കപ്പെടും, അടിമത്തത്തിലേക്ക് പോവും. ഇത്രയും നാൾ നടന്ന പ്രവചനങ്ങളിൽ നിന്ന് അത്രയും മനസ്സിലായി, അടിമത്തത്തിലേക്ക് പോകുമ്പോഴും ഭാരപ്പെടേണ്ട, ദൈവം വിടുവിക്കും. യെശയ്യാ 45:1-2 നമ്മളതാ വായിക്കുന്നത്. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ട അഴിക്കുന്നതിനും ആരുടെ വലതുകരം താൻ ഗ്രഹിച്ചിരിക്കുന്നോ, നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതുകരം താൻ ഗ്രഹിച്ചിരിക്കുന്നോ, എൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഓടിക്കും. പ്രവചനാണിത്, പ്രവചനം കാതു തുറന്ന അപ്പന്മാർക്ക് പിടികിട്ടി. ഇപ്പം നമ്മൾ ചുമ്മാ വായിച്ചാൽ പിടികിട്ടുമോ? പിടികിട്ടില്ല. വിശ്വാസമുള്ള അപ്പന്മാർ കാതു തുറന്നിരുന്നപ്പോൾ ഇവർക്ക് പിടികിട്ടി, ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, വരാൻ പോകുന്ന കാര്യമാണ്. അവരത് വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, ഭാര്യ മക്കളോട് പറഞ്ഞു. അങ്ങനെ
പ്രവചനങ്ങൾ പറഞ്ഞ് പരിചയിച്ചൊരു വീട്ടിലാണ് ഈ ചെറുക്കൻ ജനിച്ചത്. അവൻ ഇത് കേട്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു ഇത് തകരും. ആര് പറഞ്ഞു? അപ്പം പറഞ്ഞിട്ടുണ്ട്, അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ആര് പറഞ്ഞു? യേശയ്യ പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരല്ലേ, അവർ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചിട്ട് അവർ കാത്തിരുന്നു 70 വർഷം. പറഞ്ഞിട്ടുണ്ട് 70 വർഷം. 70 വർഷം പൂർത്തിയാവുമ്പോൾ ഈ സാമ്രാജ്യം തകരും. ഒരു പേരും കിട്ടിയിട്ടുണ്ട്, സൈറസ്. ആരാ, എവിടാ, ഒന്നും അറിയാൻ പാടില്ല. വയസ്സെത്രയാണ്? 17. നല്ലപോലെ ഈ നഗരത്തിൻ്റെ സകല ആനന്ദങ്ങളിലേക്കും വഴുതി വീഴാനുള്ള സാധ്യതയുള്ളൊരു പ്രായമാണിത്. ക്യാമറ കണ്ണുകളുമായി പിന്നാലെ നടന്ന് ജീവിതത്തെ നിരീക്ഷിക്കാനും പരിശോധിക്കാനും സോഷ്യൽ ഓഡിറ്റിങ് നടത്താനൊന്നും ആരുമില്ല. അങ്ങനെ ഒരു സമയത്താണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ബട്ട് വി ഹാവ് ടു ബി അപ്രൈറ്റ്, വി ഹാവ് ടു ബി ഹോളി, വി ഹാവ് ടു ബി ഇൻ്റഗ്രൽ. നമ്മൾ താഴ്ന്ന നിലയിൽ ഒരു ജീവിതം നയിച്ചാൽ പോരാ, ക്വാളിറ്റിയോടെ ജീവിക്കണം. കാരണം എന്താണ്? ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെന്ത് ചെയ്തു? അതാണ് ദാനിയേൽ 1:8, രാജാവ് വിളമ്പുന്ന ഭക്ഷണ സാധനം കൊണ്ട് മലിനനാവുകയില്ലെന്ന് ദാനിയേൽ തീരുമാനിച്ചു. എന്താ കാരണം? ഇവിടുന്ന് രക്ഷപ്പെടും. അപ്പം ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കേണ്ട ജീവിതം അല്ല ഇത്. ഐ ഹാവ് ടു ബി ഹോളി. പിടിയിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത്. അതായത് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതം അല്ല ഇത്. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണം. കാരണം കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ ആരെങ്കിലും ഈ വചനം കേൾക്കണം, ആരെങ്കിലും ഇത് വിശ്വസിക്കണം, ആരെങ്കിലും ഇതിനു വേണ്ടി കാത്തിരിക്കണം, ആരെങ്കിലും ഇതിനു വേണ്ടി മുട്ടുകുത്തണം. അതിന് ദാനിയേൽ ഒന്നാമത് ചെയ്തത്, അവൻ ഒന്നാമത് ചെയ്തു, രാജാവ് വിളമ്പുന്ന ഭക്ഷണ സാധനം കൊണ്ട് മലിനനാവില്ല. രണ്ടാമത് ദാനിയേൽ 10 നമ്മൾ വായിക്കും, അവൻ മുകളിലത്തെ നിലയിൽ വീടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് പോയിട്ട് ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകങ്ങളിലൂടെ ദേവാലയത്തിലേക്ക് നോക്കി. ദേവാലയം വേറൊരു രാജ്യത്താണ്, ദേവാലയം കാണാനൊന്നും പറ്റില്ല. ആ ഡയറക്ഷനിൽ ഒരു ജനൽ തുറന്നിട്ടിട്ട് മുട്ടുമേൽ നിന്ന് 3 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ചിട്ടയായ പ്രാർത്ഥന. ഒന്നാമത്തേത് ഉപവാസം, രണ്ടാമത്തേത് ചിട്ടയായ പ്രാർത്ഥന. ഒന്നാമത്തേത് ശരീരത്തിന് നിയന്ത്രണം, രണ്ടാമത്തേത് ചിട്ടയായ പ്രാർത്ഥന, മൂന്നാമത്തേത് ദാനിയേൽ 10 ഞാൻ രണ്ടാമത് പറഞ്ഞ ദാനിയേൽ 6 ദാനിയേൽ 6:10 ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകം. ഇനി 10-ാം അധ്യായത്തിൽ 21 ദിവസത്തെ ഉപവാസം. പ്രായശ്ചിത്തം, പരിഹാരം, പ്രാർത്ഥന, ഉപവാസം. ഈ ചെറുപ്പക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്ത് വിശ്വസിച്ചിട്ടാ? ഒരു വചനം വിശ്വസിച്ചിട്ടാണ്. ഒരു വചനം വിശ്വസിച്ചവരിങ്ങനെ കാത്തിരുന്നു. അങ്ങനെ 70 വർഷങ്ങൾ പൂർത്തിയായി. 70 വർഷം പൂർത്തിയാവുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ 5. ശ്രദ്ധിച്ച് കേട്ടാൽ മതി. നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊച്ചുമകൻ ബൽഷാസർ രാജാവ് ബാബിലോണിൻ്റെ ദേശീയ ഉത്സവം, നാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസം 1000 പ്രഭുക്കന്മാർക്ക് വിരുന്നൊരുക്കി മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ബൽഷാസറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊരു വികടമായ ചിന്ത വന്നു. നെബൂഖദ്നേസർ ജെറുസലേം ദേവാലയം കത്തിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത വിശുദ്ധ പാത്രങ്ങൾ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പാത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പാനീയ ബലി അർപ്പിക്കുന്ന പാത്രങ്ങളിൽ, ചഷകങ്ങളിൽ മദ്യം ഒഴിച്ച് 1000 പ്രഭുക്കന്മാർക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവനിരുന്ന സിംഹാസനത്തിൻ്റെ മുകളിൽ ഭിത്തിയിൽ നല്ല വെളിച്ചത്തിൽ ഒരു മനുഷ്യകരം പ്രത്യക്ഷപ്പെട്ട് എഴുതി, മെനെ മെനെ തെക്കേൽ പാർസീൻ. വായിച്ചിട്ട് ആർക്കും അർത്ഥം പിടിയിട്ടില്ല. അറിയാവുന്നവനെ വിളിക്കാൻ പറഞ്ഞു. 70 വർഷമായിട്ട് കാത്തിരിക്കുന്നൊരു മനുഷ്യനുണ്ട് ഇവിടെ. അവനെ വിളിച്ചു. വയസ്സ് അവന് 87. അവൻ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, പറഞ്ഞാൽ നീ കിടുങ്ങുമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇപ്പം നിൻ്റെ ലഹരി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വിട്ടുപോകും. ഞാൻ നിന്നെ, ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. പുച്ഛിച്ച് തള്ളിക്കാണും. എന്ത് സംഭവിച്ചെന്നറിയാമോ? യൂഫ്രട്ടീസ് നദിയാണ് അതിര്. യൂഫ്രട്ടീസ് നദി. സൈറസ് എന്നൊരു രാജാവ്, ചെറുപ്പക്കാരൻ, അവൻ്റെ അങ്കിളിൻ്റെ പേരാണ് ദാരിയൂസ്. ദാരിയൂസിൻ്റെ ചെറുമകൻ ഈ സൈറസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എൻ്റെ ഇടയനാണവൻ. ദൈവം പറഞ്ഞിരിക്കുകയാണ്, വിജാതീയ രാജാവ്, എൻ്റെ ഇടയനാണവൻ, എൻ്റെ ഉദ്ദേശവും നിറവേറ്റും,
പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ ചിന്തിച്ചു, യൂഫ്രട്ടീസ് നദി വറ്റിച്ചാൽ എനിക്ക് ബാബിലോണിനകത്തേക്ക് പ്രവേശിക്കാം. മാസങ്ങൾ കൊണ്ട് അവനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. യൂഫ്രട്ടീസിന് ചുറ്റും ഈ ബൽഷാസർ രാജാവോ ബാബിലോൺ സൈന്യമോ അറിയാതെ അവൻ കനാലുകൾ വെട്ടി എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഓപ്പറേഷൻ നടത്തണം. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വർക്ക് ചെയ്ത് വെച്ചിരുന്നു. ബാബിലോണിൻ്റെ നാഷണൽ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ മദ്യലഹരിയിൽ രാജാവും പ്രജകളും ഉന്മാദ നൃത്തമാടുന്ന മദ്യലഹരിയിൽ മതിമറന്ന് മയങ്ങുന്ന പാതിരാത്രിയിൽ സൈറസിൻ്റെ സൈന്യം ഈ കനാലുകൾ തുറന്നു വിട്ട് ഒറ്റ രാത്രി കൊണ്ട് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് 12 നഗരകവാടങ്ങൾ തകർത്ത് അകത്ത് പ്രവേശിച്ച് സകല മദ്യലഹരിയിൽ മയങ്ങിയവന്മാരുടെ കഴുത്തറുത്ത് ബൽഷാസറിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറി അവൻ്റെ കിടപ്പറ കയറി അവൻ്റെ കഴുത്ത് മുറിച്ചെടുത്ത് തിരിച്ചുപോയി. ബാബിലോൺ തകർന്നു. ദൈവത്തിൻ്റെ വചനം നിറവേറും. ഏത് ബാബിലോൺ ഉയർന്നു നിന്നാലും ദൈവത്തിൻ്റെ വചനം നിറവേറും. ദൈവത്തിൻ്റെ വചനമേ നിറവേറൂ. ആകാശം മാറും, ഭൂമി മാറും, ഈ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു, അതായത് ഈ വചനമാണ് നമ്മുടെ ആധികാരികത.